എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് ഒരു വെറൈറ്റി ആയിട്ടുള്ള കേക്കാണ് കേട്ടോ. ഈ ഒരു കേക്ക് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് നമ്മുടെ വീട്ടിലെ സാധാരണ ഫ്രൈ പാനിലാണ്. ഡോറ കേക്ക് എന്നാണ് ഈ ഒരു കേക്കിൻ്റെ പേര്. വളരെ എളുപ്പമാണ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. സാധാരണ കേക്ക് ഉണ്ടാക്കിയെടുക്കുന്ന പോലെ ഒരുപാട് മെനക്കെട്ട പണിയോ ഒന്നുമില്ല കേട്ടോ. എല്ലാവർക്കും ഒരുപോലെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു അടിപൊളി കേക്ക് തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കിയിട്ട് ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഉറപ്പായിട്ടും ഫീഡ്ബാക്ക് അറിയിക്കുക. പിന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ഒരു കേക്ക് ഇഷ്ടപ്പെട്ടാൽ മടിക്കാതെ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. ചിലർക്ക് ആ ഒരു ലൈക്ക് ബട്ടണിൽ ക്ലിക്ക് ചെയ്യാനായിട്ട് വലിയ മടിയുണ്ട് കേട്ടോ. അപ്പോൾ മറക്കാതെ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കാം. പിന്നെ പുതുതായിട്ട് നമ്മുടെ ചാനൽ കാണുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ കണ്ടിഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ടും കൂടി ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് വേഗം തന്നെ ഈ ഒരു പാനിൽ റെഡിയാക്കി എടുക്കുന്ന ഡോറ കേക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് ഈ ഒരു കേക്ക് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മെയിനായിട്ട് വേണ്ടത് ഇതുപോലുള്ളൊരു കോഴിമുട്ടയാണ് കേട്ടോ. അപ്പോൾ സാധാരണ നമ്മൾ എല്ലാ കേക്കിലും എടുക്കുന്ന പോലുള്ള റൂം ടെമ്പറേച്ചറുള്ള കോഴിമുട്ട വേണം നമ്മൾ ഈ ഒരു കേക്കിന് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്കൊരു കോഴിമുട്ട ഈ ഒരു പാത്രത്തിലോട്ട് അങ്ങോട്ട് പൊട്ടിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം. പിന്നെ നമ്മൾ എടുക്കുന്ന ഈ ഒരു പാത്രമൊക്കെ നല്ല ക്ലീൻ ആയിരിക്കണം കേട്ടോ. കാരണം ഒരു തരി പോലും വെള്ളം ഉണ്ടാവാൻ പാടില്ല. നല്ല ക്ലീൻ ആയിട്ടുള്ള പാത്രം വേണം നമ്മളിത് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഇത് മുട്ട ഞാൻ കംപ്ലീറ്റ് ആയിട്ട് ഇതിലോട്ട് അങ്ങോട്ട് പൊട്ടിച്ചൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 250 ml കപ്പിൽ തന്നെ ഒരു 1/4 കപ്പ് അളവിൽ പൊടിച്ചിട്ടുള്ള പഞ്ചസാരയാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. മുഴുവനായിട്ടുള്ള പഞ്ചസാര നമ്മൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നില്ല. അത്യാവശ്യം മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുക. അതിനുശേഷം ഇതിലോട്ട് കുറച്ചായിട്ട് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുക കേട്ടോ. മുഴുവനായിട്ടുള്ള പഞ്ചസാര നമ്മൾ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് അത് മിക്സ് ആവാൻ വേണ്ടിയിട്ട് ഇച്ചിരി ഒന്ന് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പൊടിച്ചിട്ട് ഇതുപോലെ പഞ്ചസാര ഒരു 1/4 കപ്പ് അളവിൽ ഇതിലോട്ട് അങ്ങോട്ട് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ട് ഞാൻ ഇതിലോട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ്. ആ ഒരു മുട്ടയും പഞ്ചസാരയും നന്നായിട്ട് ഇതുപോലൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തെന്ന് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് 1 ടേബിൾ സ്പൂൺ അളവിൽ തേനാണ് കേട്ടോ. തേനും കൂടി ചേർക്കുന്ന സമയത്ത് ഈ ഒരു കേക്കിന് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. സാധാരണ കേക്കിലെ റെസിപ്പിയിൽ നമ്മൾ തേന് ചേർക്കാറില്ല. പക്ഷേ ഈ ഒരു കേക്കിൽ നമ്മൾ തേന് ചേർക്കണം കേട്ടോ. അപ്പോഴാണ് ആ ഒരു പെർഫെക്റ്റ് ടേസ്റ്റ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ 1 ടേബിൾ സ്പൂൺ അളവിൽ തേനും കൂടി നമുക്ക് ഇതിലോട്ട് അങ്ങോട്ട് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. അതേപോലെ നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു നുള്ള് വാനില എസൻസും കൂടി ഞാൻ ഇതിലോട്ട് അങ്ങോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് എല്ലാം കൂടി നമുക്ക് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇനി നമുക്ക് ഈ ഒരു പാത്രത്തിൻ്റെ മുകളിലോട്ടായിട്ട് ഇതുപോലൊരു അരിപ്പ വെച്ച് കൊടുക്കാം കേട്ടോ. ആ ഒരു അരിപ്പയിലോട്ട് നമ്മൾ 250 ml കപ്പിൽ തന്നെ ഒരു 1/2 കപ്പ് അളവിൽ മൈദയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. മൈദ കൂടുതൽ നമ്മൾ ഈ ഒരു കേക്കിൽ എടുക്കുന്നില്ല. 1/2 കപ്പ് അളവിൽ മാത്രമേ ചേർത്ത് കൊടുക്കുന്നില്ല. അത് അരിപ്പയിൽ കൂടി ഇതുപോലെ നമുക്ക് ആ ഒരു മിക്സിലോട്ട് അങ്ങോട്ട് ഇട്ട് കൊടുത്തേക്കാം. അതേപോലെ 1 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡറും കൂടി നമുക്ക് ഇതിലോട്ട് അങ്ങോട്ട് ചേർത്ത് കൊടുത്തേക്കാം. അതേപോലെ മധുരം ഒന്ന് ബാലൻസായി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു നുള്ളു ഉപ്പും കൂടി ഞാൻ ഇതിലോട്ട് അങ്ങോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി എല്ലാം കൂടി നന്നായിട്ട് ഒരു തവണ നമുക്കിതുപോലെ അങ്ങ് അരിച്ചിട്ടെടുക്കാം. ഇനി ഇതുപോലുള്ളൊരു സ്പാച്ചുല വെച്ചിട്ട് പതുക്കെ നമുക്ക് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ടെടുക്കാം കേട്ടോ. സാധാരണ നമ്മളെല്ലാ കേക്കിൻ്റെയും റെസിപ്പിയിൽ ചെയ്യുന്ന പോലെ പതുക്കെ ഒന്ന് ഒരു സൈഡിലോട്ട് ഇതുപോലെ അങ്ങ് ഫോൾഡ് ചെയ്തെടുത്താൽ മതി. നമ്മുടെ ഈ ഒരു മൈദയുടെ മിക്സ് എല്ലാം കൂടി ഇതുപോലെ നന്നായിട്ട് ഞാനൊന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ ഇച്ചിരി ഒന്ന് കട്ടിയിലാണ് ഇരിക്കുന്നത്. ഇത് നമുക്കൊന്ന് ലൂസാക്കിയിട്ട് എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇളം ചൂടുള്ള പാലാണ് കേട്ടോ ഞാനിവിടെ എടുത്തിട്ടുള്ളത്. പാലിന് പകരമായിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇളം ചൂടുള്ള വെള്ളം ഒഴിച്ചിട്ട് ഇത് നമുക്ക് മിക്സ് ചെയ്തിട്ട് എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ പാൽ ഒഴിച്ചെടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കുക, കുറച്ചായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് ലൂസാക്കിയിട്ട് എടുക്കുക കേട്ടോ. ഈ ഒരു ബാറ്ററിൻ്റെ പ്രത്യേകത ഇത് ഒരുപാട് അങ്ങോട്ട് ലൂസായി പോകരുത്. ഇച്ചിരി കട്ടിക്ക് വേണം നമ്മൾ ഈ ഒരു ബാറ്റർ റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ പാലെല്ലാം കൂടി അങ്ങോട്ട് ഒരുമിച്ച് ഒഴിച്ചു കൊടുത്തത് തന്നെ നന്നായിട്ട് ലൂസായി പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥയിലായിപ്പോവും. അതുകൊണ്ട് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് ഈ ഒരു ബാറ്റർ കുറച്ചൊന്ന് ലൂസാക്കിയിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ അതിൻ്റെ കറക്റ്റ് പരുവം ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം. കേക്കിൻ്റെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കറക്റ്റ് ഇതാണ് കേട്ടോ പരുവം. ഇച്ചിരി ഒന്ന് കട്ടിയിലാണ് നമ്മുടെ ബാറ്റർ വേണ്ടത്. കാരണം നമ്മളിത് പാനിലോട്ട് ഒഴിക്കുന്ന സമയത്ത് ഒരുപാട് അങ്ങോട്ട് ഒഴിക്കുന്ന ആ ഒരു സമയം തന്നെ ഒരുപാട് അങ്ങോട്ട് സ്പ്രെഡായി പോകാൻ പാടില്ല. ഒഴിച്ച ആ ഒരു സമയത്ത് അവിടെ അങ്ങോട്ട് സ്റ്റക്കായിട്ടിരിക്കണം കേട്ടോ. ആ ഒരു പരുവത്തിലാക്കിയിട്ടെടുക്കുക. ഒരുപാട് അങ്ങോട്ട് ലൂസല്ല. കറക്റ്റ് ഈ ഒരു പരുവം കേട്ടോ.
ഇനി ഇതൊരു 10 മിനിറ്റിന് ശേഷം സ്റ്റൗവിൽ ഞാൻ ഇതുപോലൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പാൻ അത്യാവശ്യം നന്നായിട്ട് ഒന്ന് ചൂടായിട്ട് വരുന്ന സമയത്ത് തീ ഏറ്റവും ലോ ഫ്ലെയിമിലോട്ട് മാറ്റി കൊടുത്ത് ഒരു തവി മാവ് നമുക്ക് ഈ ഒരു പാനിലോട്ട് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു മാവ് നമ്മൾ സ്പൂൺ വെച്ചിട്ട് പരത്തിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഈ ഒരു രീതിയിൽ അങ്ങ് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഏറ്റവും ലോ ഫ്ലെയിമിലോട്ട് തീ മാറ്റുക, അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അതങ്ങോട്ട് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ ഇത് അടച്ചു വയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. ചെറുതായിട്ട് ഇതുപോലെ ഇതിൻ്റെ മുകളിലോട്ടായിട്ട് ബബിൾസ് വരുന്ന സമയത്ത് ഇത് പതുക്കെ നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. മറിച്ചിട്ട് കൊടുക്കുന്ന സമയത്ത് ഒറ്റയടിക്ക് മറിച്ചിട്ട് കൊടുക്കാതെ ഇതുപോലെ പതുക്കെ സൈഡൊക്കെ ഒന്ന് തട്ടിക്കൊടുത്ത് അതിനുശേഷം മറിച്ചിട്ട് കൊടുക്കട്ടെ, അല്ലാന്നുണ്ടെങ്കിൽ പൊട്ടിപ്പോകും. അതുകൊണ്ട് പതുക്കെ ഒന്ന് മറിച്ച് കൊടുത്തിട്ട് രണ്ട് സൈഡും നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വരും. മൊരിഞ്ഞ് വരിക എന്ന് വെച്ചാൽ ഒരുപാട് അങ്ങോട്ട് കളർ മാറി ബ്രൗൺ കളർ ആവേണ്ട ആവശ്യമൊന്നുമില്ല. ആ ഒരു സമയത്ത് ഒരുപാട് അങ്ങോട്ട് ക്രിസ്പി ആയി പോകും. ജസ്റ്റ് ആ ഒരു കളർ മാറി നല്ല സോഫ്റ്റിലാണ് നമുക്ക് ഈ ഒരു പാൻ കേക്ക് വേണ്ടത് കേട്ടോ. അപ്പോൾ ആ ഒരു ജസ്റ്റ് കളറൊന്ന് മാറി കിട്ടിയാൽ മാത്രം മതി. ആ ഒരു സമയം ആകുമ്പോഴേക്കും നമുക്ക് ഈ ഒരു പാൻ കേക്ക് ഈ ഒരു ദോശക്കല്ലിൽ നിന്ന് എടുത്ത് മാറ്റി കൊടുക്കാം. ഒരു കാര്യം മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി, തീ ഏറ്റവും ലോ ഫ്ലെയിമിലോട്ട്, നിങ്ങൾക്ക് എത്രത്തോളം ലോ ഫ്ലെയിം ആക്കാൻ പറ്റുമോ അത്രത്തോളം ലോ ഫ്ലെയിമിലോട്ട് ആക്കുക. ഒരുപാട് രണ്ട് സൈഡും അങ്ങ് മൊരിച്ചെടുക്കാതെ ഒന്ന് വെന്ത് കിട്ടിയാലും മാത്രം മതി. പിന്നെ ഇത് അടച്ചു വയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. അടച്ചു വെച്ച് കഴിഞ്ഞാൽ ആ ഒരു അടച്ചു വയ്ക്കുന്ന പാത്രത്തിലെ വെള്ളമൊക്കെ വീണ് അങ്ങ് കുതിർന്ന് പോവും. അതുകൊണ്ട് അടച്ചു വയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. നന്നായിട്ട് സോഫ്റ്റായിരിക്കും നമ്മുടെ ഈ ഒരു പാൻ കേക്ക് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിൽ എല്ലാം അങ്ങ് ചുട്ടെടുക്കുക. അപ്പോൾ കണ്ടില്ല, ആ ഒരു മാവ് വെച്ചിട്ട് ഈ ഒരു കട്ടിക്ക് 4 പാൻ കേക്കാണ് കേട്ടോ ഞാൻ ചുട്ടെടുത്തിട്ടുള്ളത്. കുറച്ചും കൂടി മാവ് കൂടുതലുണ്ടെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് പാൻ കേക്ക് ചുട്ടെടുക്കാം. അപ്പോൾ ഞാൻ എന്തായാലും 4 എണ്ണമാണ് ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുള്ളത്. ഇനി എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ഫില്ലിങ്സ് നിറച്ച് കൊടുക്കണം. അപ്പോൾ നിറച്ച് കൊടുക്കാമെന്ന് വെച്ചാൽ ഞാനിവിടെ നമ്മുടെ ന്യൂട്ടല്ല ഉണ്ടല്ലോ, അതാണ് കേട്ടോ. ന്യൂട്ടല്ല വെച്ചിട്ടാണ് ഇതിൻ്റെ ഫില്ലിങ്സ് റെഡിയാക്കി എടുക്കുന്നത്. നിങ്ങൾക്ക് ന്യൂട്ടല്ലയ്ക്ക് പകരമായിട്ട് നമ്മുടെ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തിട്ട് ഉപയോഗിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ കൊക്കോ പൗഡർ കൊണ്ട് ഗണാഷ് കട്ടിയിൽ കുറച്ചൊന്ന് റെഡിയാക്കി എടുത്തിട്ട് അത് ഫില്ലിങ്സ് ആയിട്ട് ഉപയോഗിക്കാം. ഇതൊന്നുമില്ലെങ്കിലും ജാം നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്തിട്ട് വെച്ചെടുക്കാം. ഇതൊന്നുമില്ലെങ്കിൽ പ്ലെയിൻ ആയിട്ട് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ. ന്യൂട്ടല്ല ഇതിൻ്റെ മുകളിലോട്ടായിട്ട് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്ത് വെച്ചതിന് ശേഷം അടുത്ത ഒരു പാൻ കേക്ക് ഇതിൻ്റെ മുകളിലോട്ടായിട്ട് ഇതുപോലെ അങ്ങ് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഈ ഒരു സൈഡൊക്കെ നന്നായിട്ട് സെക്യൂറായിട്ട് നമ്മുടെ കൈ വെച്ച് തന്നെ അങ്ങ് ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. നല്ല ചൂടുള്ള പാൻ കേക്ക് ആണെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് അവിടെ ഒട്ടിപ്പിടിച്ചിരുന്നോളും. ഇതിപ്പോൾ ഒന്ന് ചൂടാറിയിട്ടുണ്ട് കേട്ടോ. ഞാനിത് ഷൂട്ടും ചെയ്ത് വരുമ്പോഴേക്കും കുറച്ചൊന്ന് ചൂടാറിയിട്ടുണ്ട്. നിങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത് നല്ല ചൂടോടുകൂടി ഇതങ്ങോട്ട് ഒട്ടിച്ചു കൊടുക്കട്ടെ. അപ്പോൾ കറക്റ്റായിട്ട് സെക്യൂറായിട്ട് അതങ്ങോട്ട് ഒട്ടിയിരുന്നോളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ എളുപ്പത്തിൽ റെഡിയാക്കി എടുക്കാൻ പറ്റിയ നമ്മുടെ ഡോറ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളാണ് കേട്ടോ. സാധാരണ നമ്മൾ കേക്ക് ഉണ്ടാക്കുന്ന സമയത്ത് ഒരുപാട് മെനക്കെട്ട് അത് ബേക്ക് ചെയ്ത് വരുമ്പോഴേക്കും ഒത്തിരി ഒന്ന് സമയം എടുക്കും. പക്ഷേ ഇതൊക്കെ നമുക്ക് വളരെ സിമ്പിളായിട്ട് കുട്ടികളുടെ ലഞ്ച് സ്നാക്സിൻ്റെ ബോക്സ് ആയിട്ടും കുട്ടികളൊക്കെ സ്കൂളൊക്കെ വിട്ട് വരുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റിയ ഒരു അടിപൊളി കേക്ക് തന്നെയാണ് കേട്ടത്. ന്യൂട്ടലിലേക്ക് ഫില്ലിങ്സ് ആയിട്ട് വെച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുഞ്ഞുങ്ങൾക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അതുപോലെ നേരത്തെ പറഞ്ഞൊരു ജാമാണ് കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ അതായാലും വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാനിതൊന്ന് കട്ട് ചെയ്തിട്ടും കൂടി കാണിച്ചു തരാം. അപ്പോൾ നല്ല ചോക്ലേറ്റ് ആയിട്ടുള്ള ഒരു അടിപൊളി ഡോറ കേക്കാണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക. ഇത് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ഓയിലിൻ്റെയോ അല്ലാന്നുണ്ടെങ്കിൽ ബേക്കിംഗ് സോഡയുടെ ഒന്നും ആവശ്യമില്ല. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഉറപ്പായിട്ടും കമൻറ്റ് ബോക്സിൽ കമൻറ്റായിട്ട് വന്നറിയിക്കുക. പിന്നെ ഈ ഒരു കേക്ക് ഇഷ്ടപ്പെട്ടാൽ വീഡിയോ മറക്കാതെ താഴെ കാണുന്ന ലൈക്ക് ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ പുതുതായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ടും കൂടി ചെയ്യട്ടോ. അപ്പോൾ നാളെ ഇതിനേക്കാൾ നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ താങ്ക് യു ഫോർ വാച്ചിങ് സിനാസ് ഫുഡ്. ബൈ.